എങ്ങനെയാണ് നമുക്ക് ക്രിസ്തുവിന്റെ സുഗന്ധമുള്ളവരാകുവാൻ സാധിക്കുക? മുല്ലപ്പൂമ്പൊടി ഏറ്റുകിടക്കും കല്ലിനുമുണ്ടൊരു സൗരഭ്യം. നമ്മളെല്ലാവരും ഏറെ കേട്ടിട്ടുള്ള ഒരു പഴഞ്ചൊല്ലാണല്ലോ ഇത്. വിശുദ്ധ ഫ്രാൻസിസ് തന്റെ മാനസാന്തരത്തിന് ശേഷം കുഷ്ഠരോഗികളെ ആശ്ലേഷിക്കുക പതിവായിരുന്നു. ഇപ്രകാരം ഒരിക്കലൊരു കുഷ്ഠരോഗിയെ അദ്ദേഹം ചുംബിച്ചപ്പോൾ വിശുദ്ധ ഫ്രാൻസിസിനോട് അദ്ദേഹം പറഞ്ഞു, പ്രിയ സുഹൃത്തെ, നിനക്ക് ക്രിസ്തുവിന്റെ ഗന്ധമുണ്ട്. അതെ, നിനക്ക് ക്രിസ്തുവിന്റെ ഗന്ധമാണ്. വിശുദ്ധ ഫ്രാൻസിസ് നമ്മളോടും പറയുന്നത് മറ്റൊന്നുമല്ല, നീയും ക്രിസ്തുവിന്റെ ഗന്ധമുള്ളവരായി മാറണം. അതിന് മിശിഹായോട് ചേർന്നിരുന്നു കൊണ്ട് ആ സ്നേഹത്തിന്റെ സൗരഭ്യം നമ്മൾ സ്വന്തമാക്കുമ്പോൾ മാത്രമാണ് ആ സുഗന്ധം നമ്മെ സമീപിക്കുന്നവർക്ക് പങ്കുവയ്ക്കുവാനായിട്ട് സാധിക്കുക. അപ്പോൾ നാമും മിശിഹായുടെ ഗന്ധമുള്ളവരായി മാറും.